റോമിയോ ജൂലിയറ്റ്, ഹീർ റാഞ്ച, ഷിരിൻ ഫറാത്ത്, ലൈല മജ്നു. ഈ ലവ് സ്റ്റോറികളെല്ലാം ലോകം മുഴുവനും ഫേമസ് ആണ്. നമ്മുടെ ഇന്ത്യക്കാർക്ക് ലവ് സ്റ്റോറികൾ വലിയ ഇഷ്ടമാണ്. കാര്യങ്ങൾ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഈ ഐഡിയ ബസിന്റെ വേദിയിലും ലവ് സ്റ്റോറികൾ വേണമല്ലോ അല്ലേ? എങ്കിൽ വരൂ, നമ്മുടെ അടുത്ത ഐഡിയ ബസിനെ വിളിക്കാം. അവർ അവരുടെ ബിസിനസ്സിനൊപ്പം ഒരു കൂൾ ലവ് സ്റ്റോറിയുമായിട്ട് കൂടിയാണ് വരുന്നത്. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം ബീനൽ ആൻഡ് സാഹിൽ. ബീനൽ ആൻഡ് സാഹിൽ, ഞങ്ങളുടെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പിച്ചിന് വേണ്ടി റെഡിയല്ലേ? യെസ്. ഗുഡ് ലക്ക്. ഹലോ ടൈറ്റൻസ്. പ്രണയം എന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യമല്ല, അത് തനിയെ ഉണ്ടാവുന്ന കാര്യമാണ്. ആൻഡ് ഗെസ് വാട്ട്, ഞങ്ങൾക്കും ഉണ്ടായി. പക്ഷെ പരസ്പരം മാത്രമല്ല, ഗഡ്ജസിനോടും ഉണ്ട്. നോർമൽ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യൂട്ട് കോംപ്ലിമെന്റ്സിൽ നിന്നാണ്. ജസ്റ്റ് ലൈക്ക്, ഹേ ബീനൽ, ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ ആരംഭം ഉണ്ടായത്, ഹേ ബീനൽ, നിന്റെ ഫോണിന്റെ കവർ വളരെ മനോഹരമായിരിക്കും. റെസ്റ്റോറന്റിലും കഫേസിലും പോയിട്ട് ഞങ്ങൾ ചില്ല് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ത്രില്ലും ഉണ്ടാവാറില്ലായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ -3 ഡിഗ്രി തണുപ്പില് പുതിയ ഫോൺ മോഡലിന്റെ ലോഞ്ചിന്റെ ലൈനില് 3 മണിക്കൂർ നിൽക്കുന്നതില് ഭയങ്കര ത്രില്ലായിരുന്നു. ഞങ്ങൾക്കിടയിൽ അതായിരുന്നു റൊമാൻറ്റിക്. രണ്ടുപേരുടെ മനസ്സിലെ ടെക്നോളജിയോടായിരുന്നു ഇഷ്ടം. അതുമല്ല, ഗുജറാത്തി ആണല്ലോ, അതുകൊണ്ട് ബ്ലഡിൽ മുഴുവൻ ബിസിനസ്സാ. ഗാഡ്ജറ്റ്സിനോടുള്ള പ്രണയം ബിസിനസ് എന്ന പാഷനോട് ചേർന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് മാഗ്മറൈസിംഗ് ഐഡിയ ഞങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇതേ ഐഡിയയിലും ഇതേ പാഷനിലും ഞങ്ങൾ ലോഞ്ച് ചെയ്തു ഞങ്ങളുടെ ടെക് ആൻഡ് ട്രാവൽ ആക്സസറി കമ്പനി മാഗ്മറൈസ്. സോ ടൈറ്റൻസ്, മാഗ്മറൈസിന്റെ ബെസ്റ്റ് സെല്ലേഴ്സ് ഫോൺ കേസസ് ആൻഡ് ആക്സസറീസ് വെറും ഒരു പ്രോഡക്ട്സ് അല്ല, ഇതൊരു ലൈഫ് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾ ഡിസൈനർ ഫോൺ കേസസിന്റെ OG. റൈറ്റ് ഫ്രം ഫാഷൻ ടു സ്പോർട്ട് ടു കസ്റ്റമൈസേഷൻ ടു പോപ്പ് കൾച്ചർ, വി ഗോട്ട് ഇറ്റ് ഓൾ ഹിയർ. വി ട്രൂലി ബിലീവ്, അതായത് ഇന്നത്തെ നമ്മുടെ ഫോൺ കേസസ് അത് നമ്മുടെ പേഴ്സണാലിറ്റി കാണിക്കാനുള്ള ഒരു അവസരമാണ്. അത് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയെ ഒരു നല്ല രീതിയിൽ സെലിബ്രേറ്റും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടൈറ്റൻസ്, ഇഫ് യു വാണ്ട് ടു ജോയിൻ us in making ഇന്ത്യയുടെ ആദ്യത്തെ ഗ്ലോബൽ ടെക് ആക്സസറി കമ്പനി, our ask for today is 1.6 crore against 2.5% equity. അപ്പൊ കൈ കൊടുക്കാൻ റെഡിയാണോ? പിന്നെ നിങ്ങളുടെ ഈ ഒരു യുണീക്ക് ഐഡിയ ഉണ്ടല്ലോ, ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ബേസിക്കലി 2012 ഞാനൊരു മാത് ബുക്കിന്റെ ഡീക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു US. ഇന്ത്യയിൽ ആ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടില്ല. ലെറ്റ് മീ ജസ്റ്റ് ടോളറേറ്റ് ഫ്രം USA, ബട്ട് ദ പ്രോഡക്റ്റ് കോസ്റ്റ് വാസ് $15 ആൻഡ് ഷിപ്പിംഗ് കോസ്റ്റ് വാസ് $20. അതായത് പ്രോഡക്റ്റിന് $15, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ $20. ഒരു ഗുജറാത്തി മനസ്സ് ഒരിക്കലും അത് എഗ്രി ഞങ്ങൾ ചെയ്യില്ല. ഷിപ്പിംഗിന് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ഈ ആക്സസറീസ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലാപ്ടോപ്പിൽ വെച്ചിട്ട് ലാപ്ടോപ്പും കൊണ്ട് എല്ലായിടത്തും പോകുമ്പോൾ എല്ലാവരും ഇതിനെ പറ്റി ചോദിക്കാൻ തുടങ്ങി, ഇത് എവിടുന്നാ മേടിച്ചതെന്ന്. ആൻഡ് സഹയിലാണെങ്കിൽ ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ നെറ്റ്വർക്കിൽ തന്നെ ഞങ്ങളുടെ പ്രോഡക്ട്സ് ഞങ്ങൾ ഒരുപാട് പേർക്ക് സെല് ചെയ്തു. ആൻഡ് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഞങ്ങൾ ഇത്രയും ദൂരത്ത് എത്തുമെന്ന്. നിങ്ങളുടെ കൂൾ ലവ് സ്റ്റോറിയെ പറ്റി കൂടി പറയൂ. പ്രോഡക്റ്റ് കൂളാണ്, ലവ് സ്റ്റോറി സിമ്പിൾ ആണ്. ഞങ്ങൾ ഇൻഫാക്ട് കോളേജിലാണ് മീറ്റ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും മാനേജ്മെന്റ് കോഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് Sai was dating someone else at that time. So honestly, ഞങ്ങൾ കണ്ടുമുട്ടിയത് ഒരു പ്രോജക്റ്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, മാർക്കറ്റിംഗ് പ്രോജക്റ്റ്. സോ ഹോണസ്റ്റ്ലി ഞങ്ങൾ ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ കോളേജ് ഫെസ്റ്റിവലിൽ ഒരുമിച്ച് ചെയ്തു, ഫ്രണ്ട്സ് ആയി, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി, പിന്നെ ലൈഫ് പാർട്ട്ണറുമായി, പിന്നെ ബിസിനസ് പാർട്ട്ണർ. നൗ വി ആർ പാരന്റ്സ് ഓൾസോ. ഓ ലവ്ലി. ഓക്കെ, ഞങ്ങൾ ഈ ഫോൺ കേസ് കണ്ടു, നിങ്ങളും ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് വർക്ക് ആവുന്നത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരാമോ? ഇല്ല, ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി ഫോൺ കേസിൽ കാണിക്കാൻ പറ്റും. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു വെരി കൂൾ ഫീച്ചറിന്റെ ഡെമോ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ CEO ആരാ? നിങ്ങളാണോ? അല്ലേ? അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓ, നിങ്ങൾ CMO ആണോ? സോ ദിസ് ഈസ് ദ ആപ്പ് മാഗ്മറൈസർ. ആ, ഇതിൽ കാണുന്നുണ്ട്. Can I take your picture? എന്റെ ഫോട്ടോ? Okay, so I'll use this photo and let's beam me up. And once it becomes 100%, this image will be changing the case in real time. Wow. And ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റും.
5-6 ഫോട്ടോസ് ഒരേ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. യെസ്. The screen is flickering. That means the output is coming. ഓ ഇറ്റ്സ് ഡൺ. Very cool. Very well done. സോ ടൈറ്റൻസ്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ ഓഡിയൻസിന്റെ അടുത്തേക്ക് പോവാണ്. കാരണം ഈ പ്രോഡക്റ്റ് ഓഡിയൻസിന് വേണ്ടി ഉള്ളതാണല്ലോ. ഇതിൽ ഫോട്ടോ എടുത്തത് നിങ്ങൾ കണ്ടല്ലോ, പുറകിലത്തെ ഡിസ്പ്ലേയിലും കാണിച്ചു. എന്നാൽ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് നോക്കാം. ദെൻ ദ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ യു. ഓഡിയൻസ്, നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. പ്രോഡക്റ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും മനസ്സിലാക്കി. സോ യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് ഈ പ്രോഡക്റ്റിന് എത്രമാത്രം മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് എന്ന് ഞങ്ങളെ അറിയിക്കൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആളുകളും ഇതിന് മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബാക്കി 35% ആളുകൾ അവർക്ക് സാധാരണ കേസുകൾ തന്നെ മതി എന്ന് തോന്നുന്നു. ഓക്കെ, ഐ വിൽ ഓപ്പൺ ദി ഫ്ലോർ ഫോർ ദി ടൈറ്റൻസ്. സാഹിൽ ബീന, വെൽക്കം ടു ഐഡിയ ബസ്. Thank you. എനിക്കറിയേണ്ടത് കസ്റ്റമേഴ്സ് ബ്രാൻഡഡ് കേസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ബെസ്റ്റ് പ്രൈസും ബെസ്റ്റ് ഡിസൈനും മതിയോ? നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ടൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു. ഷുവർ. ഈ മാർക്കറ്റ് വന്നിട്ട് ഇറ്റ്സ് സെഗ്മെന്റൽ. അതായത് 800 രൂപയ്ക്ക് മുകളിലുള്ള ഫോൺ കേസും ഉണ്ട്, അതിന് താഴെയുള്ള ഫോൺ കേസും ഉണ്ട്. 65% റൈറ്റ്, അവരെല്ലാവരും 800 രൂപയ്ക്ക് താഴെയുള്ള ഫോൺ കേസാണ് വാങ്ങുന്നത്, അതായത് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി. പിന്നെ 800 രൂപയ്ക്ക് മുകളിലുള്ള ഫോൺ കേസ് അല്ലേ, അതിൽ ബ്രാൻഡ് പിന്നെ ക്വാളിറ്റി ഇതെല്ലാമാണ് ശരിക്കും മാറ്റർ ആയിട്ടുള്ളത്. ബേസിക്കലി വി ആർ ഇൻറ്റഗ്രേറ്റിംഗ് ടെക് ഇൻസൈഡ് ദ ഫോൺ കേസ് ടു ദ ടെക് ആക്സസറീസ്. സോ ഇപ്പൊ ഞങ്ങളുടെ ഗോൾ ആൻഡ് ഫോക്കസ് ഇവിടെയാണുള്ളത്. കാരണം ഞങ്ങളുടെ സൈറ്റ് വ്യൂസ് ഒരുപാട് കുറഞ്ഞിരിക്കുന്നു. മുമ്പ് ഒരുപാടുണ്ടായിരുന്നു, ഒരേ ക്യാരക്ടറിന് ഒരുപാട് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ നാരോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ ഉള്ള ആക്സസറീസിൽ ഞങ്ങൾ അതിനെ വൈഡ്ലി സ്പ്രെഡ് ചെയ്യാൻ പോകും. 800 റുപ്പീസിന് മുകളിലുള്ള മാർക്കറ്റില്ലേ, ഡു ദേ റിയലി ലുക്കിംഗ് അപ്പ് ഫോർ ബ്രാൻഡ് സ്പെസിഫിക്? പിന്നെ ഈ 800 റുപ്പീസിന്റെ താഴെയില്ലേ, അവർക്ക് എക്സൈറ്റ്മെന്റും ചേഞ്ചും ആവശ്യമാണ്. അഗൈൻ ആൻഡ് അഗൈൻ അവർ പ്രൈസ് സെൻസിറ്റീവ് ആയിരിക്കില്ല. You will be surprised that there is a brand in US, Casetify. correct. ബോംബെയിലുള്ളവര് കേസ്റ്റിഫൈയിൽ പോന്നു, അവിടെ നിന്ന് കേസ് വാങ്ങിക്കൊണ്ടുവരുന്നു. സൊറോസ്കിയിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടുത്തെ ഫോൺ കേസിന് ഏകദേശം ഒരു 10,000 റുപ്പീസ് ആണ് മൈ വരുന്നത്. പോയിന്റ് ഇസ് എക്സാക്ട്ലി ദാറ്റ്. 800 രൂപയ്ക്ക് മുകളിൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നതെന്ന് അറിയാമോ? അവർ ഇപ്പോഴും അവരുടെ സർക്കിളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ബോണസായി കിട്ടുന്നത് പോലെയാണ് കരുതുന്നത്. Correct, അതെ. ഞാനിപ്പോൾ അത് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ബ്രാൻഡിൽ നിങ്ങൾ അങ്ങനെയുള്ള പൊസിഷനിങ് ചെയ്യുന്നുണ്ടോ? ജനങ്ങളുടെ മനസ്സിൽ ഈ ബ്രാൻഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് തോന്നുമോ? അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എത്ര പേരുണ്ടായിരിക്കും? More than just a Persona brand, wise. ഇത് ഇന്നോവേഷനിലാണ് അപ്ഗ്രേഡ് ആയിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ ആണ്. ചിലർക്കാണെങ്കിൽ ഇത് കേസ്റ്റിഫൈയിൽ കിട്ടുന്നില്ലെന്നാണ് തോന്നുന്നത്. അതും ഈ ഇന്ത്യൻ കമ്പനിയിൽ ഇവര് കുറച്ച് ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലായിരിക്കും ഞങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക. അല്ല, നിങ്ങൾ ഇപ്പൊ ചോദ്യം ചോദിച്ചില്ലേ, 800ന് താഴെയുള്ള കാറ്റഗറി, അവിടെ ആയിരിക്കും ഡിമാൻഡ് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞങ്ങൾ മോഡുലർ കേസസ് ഉണ്ടാക്കുന്നത്. അതിൽ നിങ്ങൾക്ക് 2 പ്ലേറ്റ്സ് കിട്ടും. അത് നിങ്ങൾക്ക് ഒരു പ്ലെയിൻ കേസുമായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് യു ക്യാൻ യൂസ് ഇറ്റ് വിത്ത് ബാറ്ററി പാക്ക്. ബാറ്ററി പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ദേ നോക്ക്, ഈ ബാറ്ററി പാക്ക് നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് മിറർ ആയിട്ട് യൂസ് ചെയ്യാം. ഓ, ഒരു ഇതെങ്ങനെ കേസ് ഉപയോഗിക്കും? മൾട്ടിപ്പിൾ ലുക്ക്. One case, multiple use. You can change your phone case every day by keeping the base is the same. നിങ്ങളിത് മാനുഫാക്ചർ ചെയ്യുകയാണോ അതോ ട്രേഡ് ചെയ്യാണോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി ഇത് പ്രിന്റ് ചെയ്യാണോ? ഞങ്ങൾ ട്രേഡ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ ട്രേഡ് ചെയ്യാണ്, അതെ, ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ trade ആണ് മാനുഫാക്ചർ ചെയ്യുന്നില്ല. ലാസ്റ്റ് ക്വാർട്ടറിൽ നിങ്ങളുടെ റവന്യൂ എത്രയാണ്? അതായത് ലാസ്റ്റ് 3 മാസത്തെ. ഈ കഴിഞ്ഞ 4 മാസത്തിൽ ഞങ്ങൾ ചെയ്തത് 1.8 crore. ഓക്കെ, നിങ്ങൾ പ്രോഫിറ്റബിൾ ആയി 1.8 ക്രോറിൽ എത്ര പണം സമ്പാദിച്ചു? അതിന്റെ ബോട്ടം ലൈൻ എത്രയാണ്? 4 or 5 lakhs. കാരണം ഞങ്ങൾ 4 അല്ല 5 ലക്ഷമാണ് സമ്പാദിച്ചത്. കാരണം ഞങ്ങൾ ഇപ്പോഴാണ് പ്രോഫിറ്റബിൾ ആയിട്ട് മാറിയിരിക്കുന്നത്. പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടിയിട്ട് 13 വർഷം എടുത്തോ? No. So the journey is from 2012 to 2019. It was more of a hobby business. It was run by us. ഇത് ഞങ്ങൾ പാഷന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ഇതില് പ്രോഗ്രസ് ഉണ്ടെന്ന് കുറച്ചായിട്ട് മനസ്സിലായത്. നിങ്ങളുടെ അടുത്ത വിഷൻ എന്താ? ഇല്ല, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് വളരെ ക്ലിയർ ആണ്. മാക്മറൈസ് ഒരു ട്രാവൽ ആക്സസറി ബ്രാൻഡാണ്. ഞങ്ങളുടെ D2Cയെ ഞങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഒരുപാട് കോണ്ടാക്ട്സും കിട്ടിക്കഴിഞ്ഞു. ഞങ്ങളുടെ B2B ഈ 2 വർഷത്തിൽ നന്നായിട്ടേ ഉള്ളൂ. കാരണം ഞങ്ങൾ മെർച്ചൻഡൈസ് ആണ് ചെയ്യുന്നത്. ഞങ്ങൾ PVRന് വേണ്ടി ഒരു ഇംപിൾഡ് ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഗ്ലോബൽ കോഫി ചെയിന് വേണ്ടിയിട്ട് മെർച്ചൻഡൈസ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ QSR ബ്രാൻഡിന് വേണ്ടി എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളുടെ B2B ഉണ്ടല്ലോ, അതൊരുപാട് സോളിഡ് ആയിപ്പോയി. സോ ഞങ്ങൾക്ക് ഞങ്ങളുടെ B2Bയിൽ നിന്ന് എന്ത് ലാഭം കിട്ടിയാലും വി ആർ ട്രൈങ് ടു പുഷ് ഇറ്റ് ഇൻ ടു D2C. ഇനി അങ്ങോട്ട് ഞങ്ങൾ D2C തന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്യാനും സോ പോകുന്നത്. നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് ഒന്നുകൂടി ഒന്ന് പറയാമോ?
ഞങ്ങളുടെ ആസ്ക് ആണെങ്കിൽ 1.6 crore against 2.5 ഇക്വിറ്റി. 64 crore വാല്യൂഷൻ അല്ലേ? ഓക്കെ ടൈറ്റൻസ്, ഇനി നിങ്ങൾ പറയൂ, ഇവരുമായിട്ട് കൈകോർക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ? അർജുൻ, നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങാം. ഷുവർ. അതായത് ഈ കാറ്റഗറി എനിക്ക് കമ്മോഡിറ്റൈസ് ആയിട്ടാണ് തോന്നുന്നത്. ഇതിൽ റോയൽറ്റിയും കുറവാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് കൈതരാൻ പറ്റില്ല. ബട്ട് ഐ ലവ് ദ പ്രോഡക്റ്റ്. താങ്ക് യു. ശൈലി, എനിക്കും തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, അതായത് നിങ്ങളുടെ ഈ B2B ബിസിനസ് ഇല്ലേ, ഫ്രണ്ട് ഓൺ ഡിമാൻഡ്, പേഴ്സണലൈസേഷൻ എക്സെട്ര, പേഴ്സണലി എനിക്കിത് നിങ്ങളുടെ ബിസിനസ്സിലെ ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. ക്യാഷ് ഫ്ലോയ്ക്ക് അത് നന്നായിരിക്കും, അതാണ് എൻ്റെ സബ്മിഷൻ. സോ ഐ എം നോട്ട് 100% കൺവിൻസ്ഡ്, ബട്ട് സർട്ടൻലി യുവർ പ്രോഡക്റ്റ് ഈസ് വെരി കൺവിൻസിങ്. ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയാണ്. ഞാനിതിന് നേരെ വിപരീതമാണ്. B2B മാർക്കറ്റിലും മെർച്ചൻഡൈസിലും ഒരുപാട് സ്കോപ്പ് ഉണ്ട്. B2B മാർക്കറ്റിംഗ് ചെയ്യുന്നതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസും എനർജിയും നൽകണം. അങ്ങനെ അത് മുഖേന നിങ്ങളുടെ സെയിൽസ് വാല്യൂവും കൂടും. കമ്പാരിറ്റീവ്ലി ഇറ്റ് വിൽ ബി ഫാർ ഹയർ. മാർജിൻ അതിനുള്ളിൽ നല്ല കൂടുതലുമാകും കമ്പാരിറ്റീവ്ലി ദിസ് ഏരിയ വിച്ച് ഈസ് ബിയോണ്ട് ട്രേഡിംഗ്. സോ ഈ കാരണം കൊണ്ട് ഞാൻ സ്റ്റേ ഔട്ട് ചെയ്യുന്നു. ഐ തിങ്ക് നിങ്ങൾക്ക് ഒരുപാട് എനർജി ഉണ്ട്. ആ എനർജിയാണ് ഇന്നത്തെ കാലത്ത് ബിസിനസ് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ളത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറ്റ് എ സ്മോൾ മാർക്കറ്റ്, ഇത് നോക്ക്, നിങ്ങൾ പുതിയ ഐഡിയകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യേണ്ട സമയമായി. ആൻഡ് നിങ്ങൾ പുതിയ പുതിയ ഐഡിയകളുമായി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ സ്റ്റാർട്ടപ്പിലേക്ക് ഞാൻ സന്തോഷത്തോടെ ചേരാം. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോടൊപ്പം ചേരാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ നിങ്ങൾ ട്രേഡിംഗിലാണ്. ട്രേഡിംഗിൽ നിങ്ങൾക്ക് വോളിയത്തിന്റെ കൂടെയുള്ള മാർജിനില്ലേ, അത് വളരെ ലോ ആണ്. സോ അതിനാൽ എനിക്ക് നിങ്ങൾക്ക് കൈതരാൻ സാധിക്കില്ല. താങ്ക് യു വെരി മച്ച് ടൈറ്റൻസ് ഫോർ യുവർ വണ്ടർഫുൾ ഇൻസൈറ്റ്സ്. Can I just say something? Please. ഞങ്ങൾ വളരെ ഹാപ്പിയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇഷ്ടമായത്. ആൻഡ് ഹോപ്പ്ഫുള്ളി സംടൈംസ് വി വിൽ ഹാവ് യുവർ സപ്പോർട്ട് ആസ് വെൽ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. പുതിയൊരു ബിസിനസ്സുമായിട്ട് വരുന്നവർക്ക്, പുതിയൊരു ഐഡിയയുമായിട്ട് വരുന്നവർക്ക് ഈ ഒരു സ്പിരിറ്റ് ആണ് വേണ്ടത്. 13 വർഷം മുന്നേ ഇവർ തുടങ്ങിയതാണിത്. 1-2 തവണ ഇവർ ഫെയിലായി. ഫെയിലിയറിനെയും വളരെ ഈസി ആയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ ഇവർ നേരിടുന്നുണ്ട്. അതിൽ നിന്ന് ഇവരുടെ വഴിയും കണ്ടെത്തുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ഹൃദയം കവർന്നാണ് പോകുന്നത് പറയാനുള്ളത്. ഇന്ന് നിങ്ങൾ ഫണ്ട്സ് കൊണ്ടുപോകുന്നില്ലെങ്കിലും ഇവരുടെ ഹൃദയം നിങ്ങളോടൊപ്പമാണ്. അതല്ലേ ഇമ്പോർട്ടന്റ്. താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ ടൈറ്റൻസ്, നമ്മുടെ ഓഡിയൻസിൽ പലർക്കും നിങ്ങളോട് പല ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാനുണ്ട്. ഓഡിയൻസ്, ആരാണ് ചോദ്യം ചോദിക്കുന്നത്? ഹലോ, മൈ നെയിം ഇസ് ദീപ അഞ്ജു. എൻ്റെ ക്വസ്റ്റ്യൻ അർജുൻ സാറിനോടാണ്. നിങ്ങൾ സ്റ്റുഡൻസിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അതായത് അവരുടെ സ്റ്റാർട്ടപ്പ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷെ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് അവർ പേടിക്കുന്നു. ഇപ്പോൾ ഇവിടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടൈറ്റൻസ് ആണ് പാനലുള്ളത്. ഞാൻ കുറച്ച് നാൾ മുൻപ് വരെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതെ. സോ എന്നെ സംബന്ധിച്ച്, അതായത് ഞാൻ കോളേജിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ സ്കൂളിലായിരുന്നപ്പോൾ ഒരുപാട് ഐഡിയാസ് ഇങ്ങനെ വരുമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാൻ തുടങ്ങും. അതായത് ഈ ഐഡിയയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാം, ഇത്രയും റിസർച്ച് ചെയ്യണം, ഇത്രയും ഫോക്കസ് ചെയ്യണം, അങ്ങനെയൊക്കെ. ആ ഐഡിയയിൽ അങ്ങനെ മുഴുകിയിരിക്കും, പക്ഷെ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫേസ്ബുക്കിന് മുൻപ് ഒരുപാട് വേറെയും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഗൂഗിളിന് മുമ്പ് ഗൂഗിളിനെ പോലെ ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നു. ആപ്പിളിന് മുൻപ് ഒരുപാട് കമ്പനികൾ വേറെയും ഉണ്ടായിരുന്നു. പക്ഷെ അവർ എക്സിക്യൂട്ട് ചെയ്തത് മറ്റുള്ള കമ്പനികളെക്കാൾ നല്ല രീതിയിലായിരുന്നു. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഡ്വൈസ് ചെയ്യാനുള്ളത്, റിസർച്ച് ചെയ്യുന്നതല്ല ബെസ്റ്റ് വേ, അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല വഴി. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ തന്റെ പോക്കറ്റിൽ നിന്നും പണം തരുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വൽ ഫീഡ്ബാക്ക് കിട്ടും. നിങ്ങൾ ഫ്രീ ആയിട്ട് ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുത്താൽ ഉറപ്പായിട്ടും തെറ്റായ ഫീഡ്ബാക്ക് ആയിരിക്കും കിട്ടുക. ബെസ്റ്റ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് തുടങ്ങുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് സർ. വെരി വെൽ സെഡ് അർജുൻ.